വിളിക്കുമ്പോൾ പുറത്തായിരുന്നു. പിന്നെ വേറൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നതാ. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യമുണ്ട്. അപ്പൊ മാത്രമല്ല നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കൊടുക്കുകയും കൂടെ വേണം. അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഐ തിങ്ക് എല്ലാവരും ഈ സെഷൻ എൻജോയ് ചെയ്യുന്നെന്ന് ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കുവാണ്. പക്ഷേ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ചിലരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അതിനുള്ള റെമഡീസ് കൊടുക്കാറുമുണ്ട്. തീർച്ചയായിട്ടും എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ചിലർ വോയിസ് ക്ലിപ്പ് ഇടുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വിളിച്ച് എനിക്ക് നിങ്ങളുടെ പരിമിതികളൊക്കെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാനത് എന്താ പറയുക, ക്രിയാത്മകമായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ ഈ പറയുന്ന പോലെ അഡ്വാൻസ് ദീപാവലി ആശംസകളോടെ, പ്രത്യേകിച്ച് ബിന്ദു ഡോക്ടർക്കും ആദ്യം വന്ന ഡോക്ടർക്കും ഒക്കെ എല്ലാവർക്കും, നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്താ പറയുക, ദീപാവലി എന്ന് പറയുമ്പോൾ സന്തോഷം തരുന്ന ദിവസങ്ങളാണ്. സന്തോഷം നമുക്കാരും തരത്തില്ല, നമ്മളത് കണ്ടെത്തുകയാണ് വേണ്ടത്. നമ്മൾക്ക് അതുകൊണ്ട് ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച് എല്ലാവരും സന്തോഷിക്കുക, മധുരം കഴിച്ച് സന്തോഷിക്കുക, കുടുംബത്തോടൊപ്പം ചെലവഴിച്ച് സന്തോഷിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അങ്ങ് തുടങ്ങുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഫിനാൻഷ്യൽ കോഡിലെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം ഈ ഫിനാൻഷ്യൽ കോഡിൽ ഞാൻ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ OMR ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ഞാൻ അത് തന്നെ തരാൻ പോവാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ച് ഓപ്ഷൻസ് പറഞ്ഞിട്ട് ആ ഓപ്ഷൻസ് തന്നെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഈ ആർട്ടിക്കിൾ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടും. ആ പുസ്തകം ഒന്ന് വെരിഫൈ ചെയ്താൽ ഫിനാൻഷ്യൽ കോഡിന്റെ പുസ്തകം എല്ലാവർക്കും ഇപ്പം എന്തായാലും സർവീസിൽ നമ്മൾക്ക് ഒരു KSR-ഉം ഫിനാൻഷ്യൽ കോഡും ബഡ്ജറ്റ് മാനുവലും ട്രഷറി കോഡും അത്യാവശ്യം ഒരു മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, ഒരു ഓഫീസ് എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് എങ്ങനെയായിരിക്കണം, ഓഫീസ് നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിന് ഉള്ള ചട്ടമാണ് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ കോഡ്. അതുപോലെ തന്നെ മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്. ഇതുപോലുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓരോ KSR-ൽ നമ്മളുടെ ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾക്ക് സൂക്ഷിക്കണം. ഇപ്പൊ ന്യൂജൻ ഡോക്ടേഴ്സ് വിചാരിക്കും ഇതെല്ലാം PDF കിട്ടുമെന്ന്. പക്ഷെ എന്നാൽ തന്നെ ഹാർഡ് കോപ്പി തന്നെ സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് കൂടുതൽ പെർയൂസലിന് അത് പ്രയോജനം ചെയ്യുകയും ചെയ്യും. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. ദ കേരള ഫിനാൻഷ്യൽ കോഡ് മെയിൻലി കണ്ടെയ്ൻസ് വാട്ട്? അപ്പൊ ഫിനാൻഷ്യൽ കോഡിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? അപ്പൊ ഫിനാൻഷ്യൽ കോഡ് എന്ന് പറയുമ്പം നമ്മൾക്ക് ആ വാക്കിൽ തന്നെ അതിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? പണം സ്വീകരിക്കുകയും പണം കൊടുക്കുകയും ചെയ്യും. അപ്പൊ പണം സ്വീകരിക്കുന്നതിന് നമുക്ക് റെക്കോർഡ് ഉണ്ടാവണം, പണം കൊടുക്കുന്നതിനും റെക്കോർഡ് ഉണ്ടാവണം. അപ്പൊ സ്വീകരിച്ച പണവും കൊടുത്ത പണവും തങ്ങളിൽ ടാലി ചെയ്യുകയും വേണം. ഇത് തന്നെയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഞാൻ വളരെ വളരെ ലളിതമായ ഭാഷയിലാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഫിനാൻഷ്യൽ കോഡ് മെയിൻലി ഡീൽസ് വിത്ത് വാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഗവൺമെന്റ്. ഗവൺമെന്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? ആ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അത് പണം വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ പണം നമ്മൾ കൊടുക്കുന്നതുമാകാം. അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ, ദ ഫിനാൻഷ്യൽ കോഡ് മെയിൻലി കണ്ടെയ്ൻസ് വാട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നീട്ടി പറയുന്നില്ല. ഇതിലിപ്പോൾ ചോദിച്ചത് വിച്ച് ഓഫ് ദി ഫോളോയിങ് റൂൾസ് റിലേറ്റഡ് ടു ദി ഗവൺമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾക്കൊക്കെ യു ആർ ഓൾ ഇനഫ് കോമ്പിറ്റന്റ്. നിങ്ങൾക്കെല്ലാം നല്ല ഷാർപ്പ് ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ദി എമൗണ്ട് പ്രൊവൈഡഡ് ഇൻ ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഫോർ എ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. The amount provided in the budget estimate for a unit of appropriation. അതിൽ തന്നെ നമ്മൾക്ക് ബഡ്ജറ്റിലൂടെ തരുന്ന പണം അല്ലെങ്കിൽ സാമ്പത്തികം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനകത്ത് തന്നെ ആൻസർ ഉണ്ട്. ദാറ്റ് ഈസ് കാൾഡ് അപ്രോപ്രിയേഷൻ ആണ്. അപ്പം നമുക്ക് അപ്രോപ്രിയേഷൻ എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് തിരിച്ചും ചോദിക്കാം. അത് നമുക്ക് ബഡ്ജറ്റിലൂടെ തരുന്ന, നമുക്ക് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് എല്ലാ വർഷവും നമ്മൾക്കറിയാം. അവിടെ പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്.
ഈ ബഡ്ജറ്റിന്റെ ഒരു ബഡ്ജറ്റിന്റെ കാലാവധി എത്രയാണ്? അത് ശരിക്കും പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ എന്താണെന്ന് ചോദിക്കാൻ കൊള്ളാം, അതും ചോദിച്ചിട്ടുണ്ട്. April 1 to നെക്സ്റ്റ് March 31 ആണ്. ഇനിയും അടുത്തൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിലൂടെയാണ് അടുത്തതിലേക്ക് എന്ന് പറഞ്ഞാൽ ദർ ഈസ് സം കണ്ടിന്യൂറ്റി. ആ കണ്ടിന്യൂറ്റി വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബഴ്സ്മെന്റ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദ റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബഴ്സ്മെന്റ്. ഡിസ്ബഴ്സ്മെന്റ് എന്നുള്ളതിന് പകരം വേണമെങ്കിൽ വേറൊരു വാക്കോട് ഉപയോഗിക്കാം, എക്സ്പെൻഡിച്ചർ എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദ റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. അതാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട, അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ തിരിച്ചു ചോദിക്കാം, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്താണെന്ന് ചോദിക്കാം. നമ്മൾ തിരിച്ച് വേറൊരു ക്വസ്റ്റ്യനും അവിടെ തന്നെ ചോദിക്കാം, വിച്ച് ഈസ് എ ഫോർകാസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാം. നമ്മൾക്ക് ഈ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെയാണ് ബഡ്ജറ്റ് എന്ന്. അപ്പൊ അവിടെ ഫോർകാസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് എത്രമാത്രം പണം റിസീവ് ചെയ്യാനുണ്ട്, അതുപോലെ എത്ര എക്സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ വി ആർ ആന്റിസിപ്പേറ്റിംഗ്. അതാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, എ റിട്ടേൺ ഓർഡർ അഡ്രസ്ഡ് ബൈ എ ഡ്രോയർ ഇസ് കോൾഡ്. ഞാനതും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുണ്ടാകാം. എ റിട്ടേൺ ഓർഡർ അഡ്രസ്ഡ് ബൈ എ ഡ്രോയർ. ഞാൻ പറയുകയും ചെയ്തു. ഞാനത് നിങ്ങളുടെ അടുത്ത് വളരെ സരസമായിട്ട് പറയുകയും ചെയ്തു. ബിന്ദു ഡോക്ടർ എനിക്കൊരു 1000 രൂപയുടെ ചെക്ക് തരുന്നു. അപ്പൊ ബിന്ദു ഡോക്ടർ ഒരു 1000 രൂപയുടെ ഒരു ചെക്ക് തരുമ്പോൾ എന്താണ് ചെയ്യുന്നത്, മാഡം എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മാഡത്തിന്റെ അക്കൗണ്ടിലുള്ള ചെക്ക്, അല്ല ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിലെ ചെക്ക്, ആ ചെക്കിലെ മാനേജർക്ക് ഒരു ഉത്തരവ് കൊടുക്കുകയാണ്. ഷീസ് ഗിവിങ് ആൻ ഓർഡർ. എന്താണ് ഓർഡർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, മാഡത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ഒരു സ്പെസിഫിക് എമൗണ്ട് ഈ ചെക്ക് കൊണ്ടുവരുന്ന ആളിന് കൊടുക്കാനായിട്ട് ഓർഡർ കൊടുക്കുകയാണ്. അതാണ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പം അവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചെക്ക് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. പിന്നെ വേരിയസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, നമ്മൾക്ക് ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ ചെക്ക് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിക്കാൻ കൊള്ളാം. അപ്പൊ ചെക്ക് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ, ചെക്ക് അഡ്രസ്ഡ് ബൈ എ പേഴ്സൺ ഈസ് നോൺ ആസ്. ഞാൻ തൊട്ടു മുമ്പേ ഞാൻ പറഞ്ഞതാ, ചെക്ക് അഡ്രസ്ഡ് ബൈ എ പേഴ്സൺ ഈസ് നോൺ ആസ് ഡ്രോയർ. അതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ചെക്ക് അഡ്രസ്ഡ് ബൈ എ പേഴ്സൺ ഈസ് നോൺ ആസ് ഡ്രോയർ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ. ഇനി നിങ്ങൾ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾക്ക് ആൻസർ നമ്മളുടെ മനസ്സിൽ വരും. അങ്ങനെ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ദ ചീഫ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഡിസ്ട്രിക്ട്. യെസ് യെസ് യെസ്, somebody is making some question, please. If anybody feels any doubt, you can ask me, please. I think you can hear my words, isn't it? Yes. കേൾക്കാമല്ലോ? ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ? കേൾക്കാം സർ. ആരെങ്കിലും ഡൗട്ട് ചോദിച്ചാണെങ്കിൽ. അല്ല, ഇഫ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇന്ററപ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഞാൻ ഇവിടെ ഇന്നിപ്പോ നോക്കിയപ്പോ നെറ്റ് കുറച്ച് ഫീബിൾ ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കേൾക്കാമല്ലോ? കേൾക്കാമല്ലോ? ഓക്കെ ഗുഡ്. അപ്പൊ ചീഫ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഡിസ്ട്രിക്ട്. നമ്മൾക്കത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിന്റെ ചീഫ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി റവന്യൂ അഡ്മിനിസ്ട്രേഷൻ, എനി പേഴ്സൺ ക്യാൻ കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ കളക്ടർക്ക് ഈ പറയുന്ന ചില കാര്യത്തിലൊക്കെ നമ്മൾ ചില കണ്ടിജൻസി ഫണ്ടുകളൊക്കെ റിലീസ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് കളക്ടർക്കാണ്.
അത് ഓർത്തുകൊള്ളുക. അപ്പം ഗവൺമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതും പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് എമൗണ്ട്, കണ്ടിജൻസി എമൗണ്ട്, കണ്ടിജൻസി അക്കൗണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. ഓൾ ദി അബവ് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഓൾ ദി അബവ് ആണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് അക്കൗണ്ട്, കണ്ടിജൻസി അക്കൗണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. ഇത് ഞാൻ KSR പറഞ്ഞപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. മറ്റൊരു കാര്യങ്ങളുണ്ട്. നമ്മളൊരു വർക്ക് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വർക്ക് പഠിക്കാനുണ്ട്. നമുക്ക് വർക്ക് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ദ ഫിനിഷിംഗ് ഓഫ് ദ വർക്ക് ഈസ് നോൺ ആസ്, നമ്മൾ എപ്പോഴും പറയും ഫിനിഷിംഗ് മാത്രമല്ല, അബാൻഡൻമെന്റും അതിൽ വരും. ഓഫ് ദ വർക്ക് ഈസ് നോൺ ആസ് കംപ്ലീഷൻ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓഫീസിൽ തന്നെ പല കാര്യങ്ങൾ വരുമ്പോഴും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പൊ ആ കംപ്ലീഷൻ കൊടുക്കണമെങ്കിൽ വർക്ക് എന്ത് ചെയ്യണം? സാറ്റിസ്ഫാക്ടറിലി ഫിനിഷ് ചെയ്യണം. നമ്മൾ പറഞ്ഞതനുസരിച്ച് ചെയ്യണം. ഇപ്പം അതിന് വേറൊരു കാര്യമുണ്ട്, വെഹിക്കിൾസിന്റെ കാര്യത്തിൽ വരും. ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്, അത് ഓർത്തിരിക്കണം. മറ്റൊരു കാര്യം കൂടെ, അടുത്തത്, എനി കൈൻഡ് ഓഫ് അണ്ടർടേക്കിംഗ് റിട്ടൺ ഓർ വെർബൽ or implied by a person is known as. ഞാൻ പറഞ്ഞതാ. അണ്ടർടേക്കിംഗ് പറയുമ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കോൺട്രാക്ട്. ഓർത്തിരിക്കണം. ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു, വെദർ മാരേജ് ഈസ് എ കോൺട്രാക്ട് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ അതിന് ഒരു വളരെ എന്താ പറയുക, ഒരു കുക്ക്ഡ് അപ്പ് ആയ ഒരു ഡെഫിനിഷൻ പറയുകയും ചെയ്തു. ഇറ്റ് ഈസ് എ സാക്രമെന്റൽ കോൺട്രാക്ട് ആൻഡ് എ സ്പിരിച്വൽ ബോണ്ടേജ് ബിറ്റ്വീൻ ടു ഫാമിലീസ് എന്ന് ഞാനൊരു ഡെഫിനിഷൻ ഞാൻ പറയുകയും ചെയ്തു. അത് ഒരു നിയമപുസ്തകത്തിലുള്ളതല്ല. പരസ് ദിവാൻ എന്ന് പറഞ്ഞ ഒരു വലിയ നിയമജ്ഞൻ വാദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തൊരു കോട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുകയാണ്, അപ്പൊ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻ അണ്ടർടേക്കിംഗ്. ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം, പക്ഷെ അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അവിടെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഓഫർ ഉണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്, പ്രോമിസ് ഉണ്ട്, ലീഗൽ വാലിഡിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കോൺട്രാക്ട് ആവത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ അപ്പോൾ ഓഫറും അക്സെപ്റ്റൻസും പ്രോമിസും എല്ലാം കഴിഞ്ഞു, പക്ഷെ ലീഗൽ വാലിഡിറ്റി ഇല്ല. അപ്പൊ എനിക്ക് വിരോധമുള്ള ഒരാളുണ്ട്. അപ്പൊ അയാളുടെ വീട്ടിൽ പോയി കല്ലെറിഞ്ഞേരെന്നും പറഞ്ഞു ഒരാളുടെ കയ്യിൽ 1000 രൂപ കൊടുത്ത് ഞാൻ വിടുന്നു. അപ്പൊ ഞാൻ 1000 രൂപ കൊടുത്തപ്പോൾ അയാൾ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്, കോൺട്രാക്ട് ആയി. പക്ഷെ ദർ ഇസ് നോ ലീഗൽ വാലിഡിറ്റി. ഓഫർ ഉണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, എഗ്രിമെന്റ് ഉണ്ട്, അണ്ടർടേക്കിംഗ് ഉണ്ട്. നമ്മൾ ഇതിന് വേണ്ട എല്ലാ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ലീഗൽ വാലിഡിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഒരു വർക്കില് ചില ഡോക്യുമെന്റ്സ്, ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ചില ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ദാറ്റ് ഡോക്യുമെന്റ്സ് ഈസ് കാൾഡ് കോൺട്രാക്ട് ഡോക്യുമെന്റ്സ്. കോൺട്രാക്ട് ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 3-ലാണ് അത് പറയുന്നത്. ആർട്ടിക്കിൾ 3 ഡെഫിനിഷനിനകത്ത് അത് പറയുന്നുണ്ട്. കോൺട്രാക്ട് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ പലരും പല വീടുകളും വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല പ്ലോട്ടുകൾ വാങ്ങുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ചില കോൺട്രാക്ട് എഗ്രിമെന്റ് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇറ്റ്സ് എ കോൺട്രാക്ട് ഡോക്യുമെന്റ്. കോൺട്രാക്ട് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടായാൽ, അതായത് വയലേഷൻ ഉണ്ടായാൽ നമ്മൾക്ക് അതിനകത്ത് റെമഡി വേണം, അല്ലെങ്കിൽ കോമ്പൻസേഷൻ വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ നിയമപരമായ നമുക്ക് പരിഹാരം വേണം. കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ പോവാം. ചില ഡോക്യുമെന്റ്സ് വെച്ച് നമ്മൾ പോകുന്നുണ്ട്. ചിലർ ഇപ്പൊ നമുക്കൊരു ഫ്രിഡ്ജ് തന്നു. അപ്പൊ ആ ഫ്രിഡ്ജില് AMC നമ്മൾ കൊടുത്തു, ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റിന് വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് അത് ചെയ്തില്ല, അതുമൂലം ഭയങ്കര നഷ്ടം ഉണ്ടായി. നമ്മൾ വീടുകളിലല്ല, വലിയ കോൾഡ് സ്റ്റോറേജിലാണെങ്കിൽ അവർക്കൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ദിവസത്തെ അതിൽ സ്റ്റോർ ചെയ്തിരുന്ന മുഴുവൻ പാലും അല്ലെങ്കിൽ മുഴുവൻ മീറ്റും മുഴുവൻ ഫിഷും ചീത്തയായി പോവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കി. നല്ല ലാക്സ് ആൻഡ് ലാക്സ് ചിലപ്പോൾ നഷ്ടം വരും. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കോൺട്രാക്ട് ഡോക്യുമെന്റ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫ്രിഡ്ജ് വന്നു, അവർ തന്നെ പറയും ഒരു 3000 രൂപയുടെ അടച്ച് 5 വർഷത്തെ അഡീഷണൽ വാറന്റി ഉണ്ടാവും. അവർക്കറിയാം 5 വർഷം കഴിയുമ്പോൾ നമ്മൾ വേറെ ഫ്രിഡ്ജ് വാങ്ങിക്കുമെന്ന്.
അതറിയാം. എന്നാലും അവന്മാർക്ക് അന്നേരം 5000 രൂപ അവന്മാർ വാങ്ങിക്കും. ദീസ് ആർ ആൾ മാർക്കറ്റിംഗ് ടെക്നിക്സ്. അപ്പൊ അവിടെയാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആണ്. അപ്പൊ നമ്മൾ പിന്നെ വേറൊരു കാര്യം കൂടെ അതിനകത്ത് പറയും, എവരി കൺസ്യൂമർ ഈസ് ഓൾസോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പൊ നമ്മൾ തന്നെ പറയും, ഇപ്പം ഒരു നല്ലൊരു ഷർട്ട് ഇട്ടോ അല്ലെങ്കിൽ ഒരു സാരി കൊടുത്തൊരു ഒരാൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു, ഇത് ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ പറയില്ലേ ജയലക്ഷ്മി എന്ന് വാങ്ങിച്ചാണെന്ന് പറയും. അപ്പൊ ബാക്കിയുള്ളവരും ചിന്തിക്കുക പോത്തീസിലോ ജയലക്ഷ്മിയിലോ പോയാൽ ഇതുപോലെ കിട്ടും. ദാറ്റ് മീൻസ് അതൊരു എന്താ പറയുന്നത്, എവരി കൺസ്യൂമർ ഈസ് ഓൾസോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അത് ഞാൻ ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു കാര്യം കൂടെ ഇനി പറയാനുള്ള കാര്യം, എ ഗവൺമെന്റ് സർവന്റ് who draws money from the breaking or bills or check is known as. അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സർക്കാരിന് വേണ്ടി പണം പിൻവലിക്കുകയും ആ പണം ചെലവഴിക്കുകയും ചെയ്യുന്ന ആളിന് പറയുന്ന പേര്. മുമ്പ് പറഞ്ഞിരുന്നത് ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും ഡിസ്ബേഴ്സിംഗ് ഓഫീസറാണ് അത് എന്ന് പറയുന്നത്. ഇപ്പോഴെ ക്യാഷ് ഡ്രോ ചെയ്യുന്നില്ല, ഇപ്പൊ കൂടുതലും ഓൺലൈൻ പേയ്മെന്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് ദാറ്റ് ഇസ് വൈ ദേ ആർ കോൾഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്നാണ് പറയുന്നത്. ഡിസ്ബേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ സാലറി മാത്രമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തെല്ലാം എമൗണ്ടുകൾ ഡിസ്ബേഴ്സ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ചില വലിയ വലിയ പഞ്ചായത്ത് ഓഫീസുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്ബേഴ്സ് ചെയ്യുന്നുണ്ടാവും. ഒരു മാസം എങ്ങനെ പോയാലും ഒരു 4-5 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്ര ഒരു ചെറിയ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഇത്ര ഒരു ഓഫീസിൽ ഇത്രയും ഡിസ്ബേഴ്സ്മെന്റ്, അതുപോലെ അഗ്രികൾച്ചർ ഓഫീസിൽ, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഡിസ്ബേഴ്സ്മെന്റ് നടക്കും. അങ്ങനെയുള്ള ഓഫീസറെ പറയുന്ന പേര്, ആ ഓഫീസർ ഹീസ് എ ട്രസ്റ്റി ടു ദി ഗവൺമെന്റ്. എവറി ഗവൺമെന്റ് സർവന്റ് ഈസ് എ ട്രസ്റ്റി ടു ദി ഗവൺമെന്റ്. ഇപ്പൊ നിങ്ങൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ജുഡീഷ്യൽ സർവീസിൽ വർക്ക് ചെയ്താണ്, അല്ലെങ്കിൽ മറ്റൊരാൾ വേറൊരു സർവീസിൽ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ട്രഷറിയിൽ ഇരിക്കുന്ന ട്രഷറി ഓഫീസർ. ആലോചിച്ച് നോക്കി, നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് എത്രയോ 10 മടങ്ങ് പണമാണ് ഒരു ട്രഷറി ഓഫീസർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെയുള്ള ആ ഓഫീസേഴ്സിനെ പറയുന്ന പേരാണ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് വളരെ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് പറയാൻ കഴിയുന്നത്. ദ ഇയർ ബിഗിൻസ് വിത്ത് ദ 1st April ആൻഡ് എൻഡ്സ് ഇൻ ദ നെക്സ്റ്റ് March 31st. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫിനാൻഷ്യൽ ഇയർ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് കമൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് അവസാനിക്കുന്നു എന്നും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൊള്ളാം. ഇനി മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇനി നമ്മൾ ഓഫീസുകളിലെല്ലാം പല എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം എക്സ്പെൻഡിച്ചറുകൾ വരുന്നുണ്ട്, ഒരുപാട് എക്സ്പെൻഡിച്ചറുകൾ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓൾ എക്സ്പെൻഡിച്ചേഴ്സ് അതർ ദാൻ ദാറ്റ് ഫാളിംഗ് അണ്ടർ പേ ആൻഡ് അലവൻസസ് കണ്ടിജൻസീസ് ആൻഡ് വർക്ക്സ് ഇസ് കാൾഡ്. ശമ്പളവും അലവൻസും അല്ലാതെ ഇൻ സർട്ടൻ കണ്ടിജൻസീസ്, അല്ലെങ്കിൽ ചില വർക്കില് ചെലവഴിക്കുന്ന ആ പൈസയ്ക്ക് പറയുന്ന പേര്, ദാറ്റ് ഈസ് കാൾഡ് മെസലേനിയസ് എക്സ്പെൻഡിച്ചർ. അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് എക്സ്പെൻസ് അതർ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ട്, അതർ ചാർജസും ഉണ്ട്, അത് വേറെയാണ്. പക്ഷേ നോർമലി ആണ് ഞാൻ പറയുന്നത്. ഓഫീസ് എക്സ്പെൻസസ് അതർ ഐറ്റംസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ടോണർ വാങ്ങണം, അത്യാവശ്യത്തിന് പ്രിന്ററിലെ ഒരു ഡ്രം മാറണം, ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലെ ചില എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഹോസ്പിറ്റലിൽ എന്തെല്ലാം മെഷീൻസ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് എക്സാക്ട്ലി എനിക്കറിയില്ല, എന്നാലും ഞാനൊരു ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പെൻഡിച്ചർ വരുന്നതിന് പറയുന്ന അതെന്താണെന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് കാൾഡ് മെസലേനിയസ് എക്സ്പെൻഡിച്ചർ. മെസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്നാണ് അത് പറയുന്നത്. അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ആ മെസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതും അതും നമ്മളെ ആർട്ടിക്കിൾ 3 ഡെഫിനിഷനിൽ പറയുന്ന കാര്യമാണ്. അതായത്
ഫിനാൻഷ്യൽ കോഡിൽ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പാർട്ടുണ്ട്. ദാറ്റ് ഈസ് റിവീൽഡ് ഇൻ ആർട്ടിക്കിൾ 3 ഓഫ് ഫിനാൻഷ്യൽ കോഡ്. അത് ഫിനാൻഷ്യൽ കോഡ് ഉള്ളവർ അതൊന്ന് വായിച്ചു നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഞാൻ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നമ്മൾക്ക് സമയത്തിന്റെ പരിമിതിയും അല്ലെങ്കിൽ മറ്റ് ചില കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് ഞാൻ പറയുന്നത്. എനിവേ, അടുത്ത റവന്യൂ കളക്ഷൻ അക്കൗണ്ട്സ് ഷുഡ് ബി ഇൻസ്പെക്ടഡ് ഓൺ ദ സ്പോട്ട് അറ്റ്ലീസ്റ്റ്. റവന്യൂ കളക്ഷൻ ഇൻസ്പെക്ട് ചെയ്യേണ്ടത് അതായത് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ഇൻസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ. ഇപ്പൊ ഇനി നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പം ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ചിലപ്പോൾ സൂപ്രണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള സമാന തസ്തികകളിലേക്കൊക്കെ പോകുമ്പോൾ പീരിയോഡിക്കലി നിങ്ങൾ രജിസ്റ്റേഴ്സ് വെരിഫൈ ചെയ്യണം. എല്ലാ രജിസ്റ്ററും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ എല്ലാ സമയത്ത് മാർച്ച് 31 രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. ദാറ്റ് ഈസ്, പക്ഷേ അത് എന്താ പറയുക, ആസ് പെർ റൂൾസ് അത് ചെക്ക് ചെയ്തിരിക്കണം. എസ്പെഷ്യലി സ്റ്റോക്ക് രജിസ്റ്റർ. അത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം എന്നുമാണ് പറഞ്ഞത്. ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തത് കഴിഞ്ഞ ബാലൻസ് ഓരോന്നും ഇരിപ്പുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലൈഫ് സേവിങ് മെഡിസിൻസ് ഒക്കെ കാണും. അതൊക്കെ ചിലപ്പോൾ എക്സ്പയറി ആയി പോവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതോ വർഷത്തിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് പരിശോധിച്ചിരിക്കണം. പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും മറ്റൊരു കാര്യം, ടൈം ബാർഡ് ക്ലെയിംസ് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ടൈം ബാർഡ് ക്ലെയിംസ് ആർ റിവീൽഡ് ഇൻ ആർട്ടിക്കിൾ 56 ഓഫ് ഫിനാൻഷ്യൽ കോഡ്. ആർട്ടിക്കിൾ 56 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടൈം ബാർഡ് ക്ലെയിം. ടൈം ബാർഡ് ക്ലെയിം അത് ഞാൻ പറഞ്ഞതാണ്. ടൈം ബാർഡ് ക്ലെയിം എന്താണെന്നും ടൈം ബാർഡ് ക്ലെയിം എങ്ങനെയാണെന്നും എന്താണെന്നും അതിൻ്റെ രീതികളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇനി മറ്റൊരു കാര്യം, ഇനി സ്കോളർഷിപ്പ് ഉണ്ട്. ഈ സ്കോളർഷിപ്പ് ഡ്യൂ ഫോർ ദ പേയ്മെന്റ് ഓൺ ദ ഡേ ഓഫ് ദ മന്ത് ഇൻ വിച്ച് ദേ ആർ ഏൺഡ്. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ഡേ ആണ്. അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തൊരു കാര്യം, ഞാൻ അതും പറഞ്ഞൊരു കാര്യമാണ്. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ പേയ്മെന്റ് ഓഫ് പെൻഷൻ? പെൻഷൻ കൊടുക്കുന്നതിന് ലിമിറ്റേഷൻ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര വർഷമാണ്? 12 years ഫ്രം ദ ഡ്യൂ ഡേറ്റ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. അപ്പൊ അത് പറയുമ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. പെൻഷൻ 12 വർഷം, അതുപോലെ പേ ആൻഡ് അലവൻസ് 5 വർഷം. ഇതിലേതെങ്കിലും ചോദിക്കാൻ കൊള്ളാം. TA 2 വർഷം. ഇതിൽ മൂന്നിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പെൻഷൻ പേയ്മെന്റിന് ഉള്ള ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 വർഷമാണ്. അതുപോലെ പേ ആൻഡ് അലവൻസസ് 5 വർഷമാണ്. TA 2 വർഷമാണ്. ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സിമ്പിൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചൊരു കാര്യമാണ്, പേ ആൻഡ് അലവൻസസ് എന്തുകൊണ്ടാണ് 5 വർഷം എന്ന് നിജപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഓരോ 5 വർഷം കഴിയുമ്പോഴും പേ ആൻഡ് അലവൻസസ് ഉണ്ടാവും. ഒരു സെക്കൻഡ്. പോയി കഴിക്കണം കേട്ടോ.
അതെയോ? ഇങ്ങനുണ്ടോ? മീറ്റിംഗ് ഉണ്ട്? 8 മണിക്ക് തുടങ്ങിയ? ഞാനിപ്പോഴാ മറന്നുപോയി. സോറി ഫോർ ദ ട്രബിൾ. ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പോട്ടെ. ഇനി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നുണ്ട്. പെൻഷനുള്ള ലിമിറ്റേഷൻ പീരീഡ് 12 വർഷം, പേ ആൻഡ് അലവൻസസ് 5 വർഷം, TA 2 വർഷം. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡെഫിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും. അത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ട ഒരു കാര്യമാണ്. ചാർജ് റിപ്പോർട്ട് മെയ്ഡ് ബൈ എ ഗസറ്റഡ് ഓഫീസർ ഈസ് ഇൻ ഫോം നമ്പർ. ഏത് ഫോമിലാണ് ചാർജ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്? കാരണം ഇത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന്റെ ടെസ്റ്റ് ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് റിലവൻ്റ് ആയ പാർട്ട് കൂടുതൽ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ചാർജ് റിപ്പോർട്ട് മെയ്ഡ് ബൈ എ ഗസറ്റഡ് ഓഫീസർ ഈസ് ഇൻ ദ ഫോം നമ്പർ 7. ചാർജ് റിപ്പോർട്ട് ഫോം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചാർജ് റിപ്പോർട്ട് ഫോം നമ്പർ 7 എന്ന് എഴുതി വെക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചാർജ് റിപ്പോർട്ട് നമ്മൾ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ ചാർജ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഫോം നമ്പർ 7-ലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ, ഈ ചില ഓഫീസുകളിൽ ചാർജ് റിപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചില അണ്ടർടേക്കിംഗ് കൂടെ കൊടുക്കേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. അത് ഞാൻ ഇപ്പോഴതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് രജിസ്റ്റർ നമ്മൾ എപ്പോഴും നോക്കണമെന്ന് ഞാനത് പറഞ്ഞതാണ്. ആൾ സ്റ്റോക്സ് ഹാവ് ടു ബി വെരിഫൈഡ് വൺസ് ഇൻ. അത് ഞാൻ പറഞ്ഞിരുന്നു. ഓൾ സ്റ്റോക്സ് ഹാവ് ടു ബി വെരിഫൈഡ് വൺസ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എൻറ്റയർ സ്റ്റോക്കും വെരിഫൈ ചെയ്തിരിക്കണം. എൻറ്റയർ സ്റ്റോക്കും വെരിഫൈ ചെയ്തിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യെസ്. അപ്പോൾ ഈ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പണവും റെക്കോർഡും ഒഴിച്ചുള്ളതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. വാഹനങ്ങളുള്ള ചില ഓഫീസുകളുണ്ട്. അവിടെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്. നമ്മൾക്കറിയാം, വാഹനം ഈ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിൽ ചില അപാകതകൾ, ചില ക്രമക്കേടുകൾ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സർക്കാർ വാഹനങ്ങൾക്ക് ചിലപ്പം സംഭവിക്കാം. സാധ്യതയാണ് ഞാൻ പറയുന്നത്. ചെല്ലുമ്പോൾ അത് മാറ്റണം, മറ്റത് മാറ്റണം, അത് ബ്രേക്ക് ഷൂ മാറ്റണം, അല്ലെങ്കിൽ ഫിൽട്ടർ മാറ്റണം, ഇതൊക്കെ മാറ്റണം എന്ന് പറയും. മാറ്റിയ സാധനം എന്താണോ അത് റീറ്റെയിൻ ചെയ്ത് ഓഫീസിൽ വെച്ച് അത് സ്ക്രാപ്പ് വിലയ്ക്ക് വിൽക്കണമെന്നാണ് പറയുന്നത്. സ്റ്റോർ പർച്ചേസ് മാനുവലിലും അത് വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ബിൽഡിംഗ് എന്ന് പറയുന്ന ഗവൺമെന്റ് ബിൽഡിംഗ് ആണ്. ഈ ഗവൺമെന്റ് ബിൽഡിങ്ങിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഇലക്ട്രിക്കൽ വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ആരെ കൊണ്ട് ചെയ്യിക്കാം? അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഫാന് ഈവൻ എൻ്റെ ഓഫീസിലും ഫാനൊക്കെ മേളിൽ നിന്ന് താഴെ വീണിട്ടുണ്ട്. ചിലപ്പോൾ കത്തിയും പോയിട്ടുണ്ട് ചില കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ആരെ കൊണ്ടാണ് നമ്മൾ നന്നാക്കിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പൊ ഓൾ ഇലക്ട്രിക്കൽ വർക്ക്സ് കണക്റ്റഡ് വിത്ത് ഗവൺമെന്റ് ബിൽഡിങ്സ്, അവിടെ ഗവൺമെന്റ് ബിൽഡിംഗ് എന്നുള്ളതിന് ഇറ്റ് ഹാസ് ഗോട്ട് മച്ച് ഇമ്പോർട്ടൻസ്, ആർ ഡൺ ബൈ വിച്ച് അതോറിറ്റി? PWD ആണ്. PWDക്ക് തന്നെ ഇലക്ട്രിക്കൽ വിങ് ഉണ്ട്. അവരത് ചെയ്തു തരും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അതിനകത്ത് ഒരു എന്താ പറയുക, ഓക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയണമെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ. ഇനി നമ്മളെ സമയം കളയുന്നില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്ന ആർക്കെങ്കിലും ആലോചിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അവർക്ക്. ഇനി നിങ്ങൾക്കെല്ലാം TA ബില്ല്, ഇവിടെ എത്ര പേര് TA ബില്ല് നിങ്ങൾ ആരൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്?
ഇപ്പൊ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു ഡോക്ടർ DMEയുടെ ഒരു കോൺഫറൻസിന് വരുന്നു. ആ ഡോക്ടർക്ക് TA ബില്ല് കിട്ടും, TA കിട്ടും. സർക്കാർ ആവശ്യത്തിനാണെങ്കിൽ മാത്രമേ ഉള്ളേ, അല്ലാതെ പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിനോ DHSനെ കാണാൻ വന്നെങ്കിൽ അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ TA ബില്ല് കൊടുക്കുമ്പോൾ TA bill of a gazetted officer require counter signature of the controlling officer. കൺട്രോളിംഗ് ഓഫീസറുടെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമാണ്. അപ്പൊ അത് അവിടെ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. TA bill of a gazetted officer require the counter signature of the dash controlling officer. തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. TA bill of a gazetted officer require the dash of the controlling officer. അവിടെ എന്താണ് കൺട്രോളിംഗ് ഓഫീസറിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞു. ഇനി അവിടെ മാത്രമല്ല, ഈ പേയ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ കൗണ്ടർ സൈനിങ് അതോറിറ്റി ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഓരോ ആളിന് ഇത്ര രൂപ കൗണ്ടർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ദാറ്റ് രജിസ്റ്റർ ഇസ് കാൾഡ് പേയ്മെന്റ് രജിസ്റ്റർ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടാണ് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം. ഇനി നിങ്ങൾക്കെല്ലാം GPF ഉള്ളതാണ്. GPF ജനറൽ പ്രൊവിഡന്റ് ഫണ്ട്. GPFന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണെന്ന് പ്ലീസ്? GPF അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ അക്കൗണ്ടന്റ് ജനറൽ ആണ്. ഓക്കെ, AG ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഒരാൾക്ക് ടെമ്പററി അഡ്വാൻസ് എത്ര ശതമാനം വരെ എടുക്കാൻ കഴിയും? അഡ്മിസിബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 75% ഓഫ് ദി എമൗണ്ട് ആണ്. 75% നിങ്ങളുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് എടുക്കാം. ഇപ്പൊ DA ഒന്നും പ്രഖ്യാപിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ DAക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് GPFൽ എത്ര രൂപ വരെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിർണയിച്ചിട്ടുണ്ട്. 6% ഓഫ് ദി ബേസിക് പേ മിനിമം ആണ്. മിനിമം 6% ഓഫ് ദി മിനിമം 6% എങ്കിലും ഇട്ടിരിക്കണം. മാക്സിമം എത്ര രൂപ ഇടാൻ പറ്റും? ഈക്വൽ ടു ബേസിക് പേ. ഒരാൾക്ക് 10,000 രൂപ ബേസിക് പേ ഉണ്ടെങ്കിൽ അതിന്റെ 6% എന്ന് പറയുമ്പോൾ 600 രൂപ. 600 രൂപ മിനിമം ഇട്ടിരിക്കണം. മാക്സിമം 10,000 രൂപ ഇടാം വേണമെങ്കിൽ. ഓൺ ടൈം ഡെപ്പോസിറ്റും പറ്റും. ഒരുമിച്ച് കുറച്ച് പൈസ വേണമെങ്കിലും ഇടാൻ പറ്റും. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ AND സറണ്ടർ PFൽ നിന്ന് ഇട്ടേക്കാൻ പറയുന്നില്ല. അപ്പൊ ഓൺ ടൈം ഡെപ്പോസിറ്റ് അല്ലേ, മുഴുവൻ പൈസ ഇടുകയല്ലേ? ഇടാം. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി ഈ GPF അക്കൗണ്ട് നമ്പർ എവിടെ രേഖപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ടും സർവീസ് ബുക്കിൽ ഏതിലാണോ, GPF രജിസ്റ്ററിലാണോ, സർവീസ് ബുക്കിലാണോ, അറ്റൻഡൻസ് രജിസ്റ്ററിലാണോ, ഇതിലൊന്നും അല്ലയോ. പക്ഷെ GPF അക്കൗണ്ട് നമ്പർ ഷാൽ ബി നോട്ടഡ് ഇൻ ദ സർവീസ് രജിസ്റ്റർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വളരെ ഇമ്പോർട്ടൻസും ഉണ്ട് GPFന്റെ കാര്യത്തിൽ. ഇനി നമ്മൾ വേറൊരു കാര്യം കൊണ്ടുണ്ട്. GPFന്റെ നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് എടുക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 10 വർഷം സർവീസ് കഴിഞ്ഞ ഒരാൾക്ക് നോൺ റീഫണ്ടബിൾ അഡ്വാൻസ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് അതർവൈസ് കാൾഡ് പാർട്ട് ഓഫ് ഫൈനൽ വിഡ്രോയൽ. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ തിരിച്ചടവില്ലാത്ത തുകയാണ് നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് എന്ന് പറയുന്നത്. 10 വർഷം സർവീസ് കഴിഞ്ഞ ഒരാളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ കിടപ്പുണ്ടെങ്കിൽ 75,000 രൂപ വരെ എടുക്കാം. അപ്പം നമ്മൾക്ക് NRA എന്ന് പറയും, നോൺ റീഫണ്ടബിൾ അഡ്വാൻസ്. അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവർക്ക്, ഇപ്പൊ 48ാമത്തെ വയസ്സിൽ 45ാമത്തെ വയസ്സിലെ ജോലി കിട്ടുന്നെങ്കിൽ ഒരാൾക്ക് 50 വയസ്സ് കഴിഞ്ഞാലും നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് എടുക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓർത്തോളുക. ഇനി GPFുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അതായത് 10 വർഷം കഴിഞ്ഞാൽ 75% എടുക്കാന്നാണോ സർ? അതെ, 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റും. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞ 1 ലക്ഷം രൂപ ഡോക്ടറുടെ ക്രെഡിറ്റിൽ ഉണ്ടെങ്കിൽ 75,000 രൂപ എടുക്കാം.
തിരിച്ചടയ്ക്കണ്ട. അത് 10 വർഷമാണോ സർ? 10 വർഷമാണ്. ഓക്കെ. അല്ലെങ്കിൽ 50 വയസ്സ് കഴിയണം. That is called a non-refundable advance, or otherwise it is called part of final withdrawal. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, NRA സാങ്ഷൻ ചെയ്യുന്ന ആരാണെന്ന്. ദ സാങ്ഷനിങ് അതോറിറ്റി ഓഫ് NRA. NRA സാങ്ഷൻ ചെയ്യുന്നത് AG ആണ്, അക്കൗണ്ടന്റ് ജനറൽ ആണ് NRA സാങ്ഷൻ ചെയ്യുന്നത്. പക്ഷെ അതിന് ഒരു റെക്കമെൻഡേഷൻ വേണം. നമ്മൾക്ക് ഇത്രയൊക്കെ പൈസ ഉണ്ടെന്ന് നമ്മുടെ ഓഫീസിൽ നിന്നും ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ത്രൂ പ്രോപ്പർ ചാനൽ. അങ്ങനെ വേണം. അതിനുള്ള സ്റ്റേറ്റ്മെന്റ്, ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡ്, ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം. അതിന് GPF റൂൾസിൽ പ്രത്യേകം പറയുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. ഇനി GPF ആയിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, പ്ലീസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു സർക്കാർ ജീവനക്കാരന്റെ റിക്കവറി എത്രമാത്രം അതില് 1/3 ഓഫ് ഹിസ് പേ, അതിൽ കൂടുതൽ റിക്കവർ ചെയ്യാൻ പാടില്ല. അതായത് അയാൾക്ക് 65% പൈസ കൊടുക്കണം എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ കോപ്പറേറ്റീവ് റിക്കവറി ഉണ്ട്, കോർട്ട് അറ്റാച്ച്മെന്റ്, ഇതുപോലുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ അയാളുടെ ഫുൾ എമൗണ്ടും പിടിക്കാമെന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് റിക്കവറിക്ക് അങ്ങനെ പറയുന്നുണ്ട്. ഇന്ന് പിന്നെ മാത്രമല്ല, ഇപ്പം ഞാനത് ഐ തിങ്ക് ഐ ഹാവ് പോസ്റ്റഡ് ദാറ്റ് ഗവൺമെന്റ് ഓർഡർ ഇൻ യുവർ ഗ്രൂപ്പ് ഓൾസോ. ഈ സാലറി സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നതിന് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും 3, 4, 5 ഒക്കെ സാലറി സർട്ടിഫിക്കറ്റുകൾ ചിലർ വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേസിംഗ് ഓഫീസർ വിൽ ബി ഹെൽഡ് ലയബിൾ. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഈവൻ കോടതിയും അത് പറയുന്നുണ്ട്. അത് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എത്ര സർട്ടിഫിക്കറ്റ് മുന്നേ വാങ്ങിച്ചു എന്നും അതുപോലെ തന്നെ എത്രത്തോളം റിക്കവറി ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ റിവീൽ ചെയ്തതിന് ശേഷം മാത്രമേ അത് കൊടുക്കാവൂ എന്നാണ് ആ ഉത്തരവിന്റെ സാരാംശം. ഇത് എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കരുതെന്നൊന്നും അല്ല. ഞാൻ ഇതിന് മുമ്പിട്ടും പറഞ്ഞു, ഈ ഓർഡേഴ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ റിജിഡ് ആണ്. അത് ഇൻവോക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. ഇപ്പൊ നമ്മളിപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, മഹാഭാരത യുദ്ധത്തില് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ അമ്പ് ഇരിപ്പുണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം ആദ്യമേ തന്നെ അങ്ങ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തങ്ങളിൽ യുദ്ധം നടക്കുന്നു, ആണവോർജ്ജമുള്ള അല്ലെങ്കിൽ അണുബോംബുള്ള രാജ്യമാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് അണുബോംബ് ഇടുവോ? ചെയ്യാൻ പാടില്ല. എന്ന് പറയുന്നത് പോലാണ് നമ്മൾ ഇത് ഇൻവോക്ക് ചെയ്യുമ്പോൾ യു ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ എന്നുള്ളത് അതിനകത്ത് പറയുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഓഫീസിലും ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഹും? ഇപ്പൊ നിങ്ങളെല്ലാം നിങ്ങളുടെ ഓഫീസിൽ ചെന്ന് നിങ്ങൾ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടോ, ഓഡിറ്റുകാർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ അതില് നമ്മുടെ അവിടെ നടന്നിരിക്കുന്ന പേയ്മെന്റ്സ്, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ സാലറിയും പലതും നിങ്ങൾക്ക് കിട്ടാനുണ്ടാവും. എനിക്കൊരു ഇവിടെ അറിയാം, കഴിഞ്ഞ ഈ മെഡിക്കൽ കോളേജസിലെ ഡോക്ടേഴ്സിന്റെ പേർവിഷൻ വന്നപ്പോൾ ഒരുപാട് പേര് ഞാനോട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരുപാട് പേർക്ക് പഴയ ബാക്ക് അരിയേഴ്സ് കിട്ടാനുണ്ടെന്ന് ഞാൻ നോട്ട് ചെയ്തിരുന്നു. അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. നല്ല എമൗണ്ട് കിട്ടിയവരുണ്ടായിരുന്നു. ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാനിത് നോക്കിയപ്പോൾ ഞാൻ പറയും ചെയ്തു, ഇത്ര രൂപ കിട്ടും, ഇന്നത് കിട്ടും, ഇത്ര കിട്ടും. ഒരുപാട് പേർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങളുടെ യുവർ എന്താ പറയുക, നിങ്ങളുടെ നേച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പേഷ്യന്റ് കെയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഓഫീസിലുള്ളവർ ഈ പറയുന്ന പോലെ ഡോക്ടർമാർക്ക് അതൊരു വേറൊരു എന്താ പറയുക, ഒരു ക്ലാസ് ആൾക്കാരായതുകൊണ്ട് ഇത് തങ്ങളിലുള്ള ഒരു ചെറിയ എന്താ പറയുക, അത് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, എന്നാലും അങ്ങ് പറയാം, വല്ല റിഫ്റ്റോ കൺഫ്രണ്ടേഷനോ അങ്ങനെയൊക്കെ ചില മനുഷ്യർക്ക് തോന്നും. ഇത്രയൊക്കെ ശമ്പളം കിട്ടുന്നല്ലോ, ഇങ്ങനെയൊക്കെ തോന്നാം. അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ചില ഈ പറയുന്ന പോലെ സാഡിസ്റ്റ് ചിന്താഗതിക്കാർ കാണും. അത് പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കണം, നമ്മൾക്ക് എന്തൊക്കെ എമൗണ്ട്സ് ആണ് കിട്ടാനുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഹെഡ് ഓഫ് ഓഫീസ് റിവ്യൂ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ മാസവും വേണം. കാരണം ഇതൊക്കെ ചിലത് ടൈം ബൗണ്ടഡ് ആയിട്ട് തീർക്കേണ്ട ചില കാര്യങ്ങൾ കാണും.
അപ്പൊ ഹെഡ് ഓഫ് ഓഫീസ് ഇല്ലെങ്കിൽ ഇതിൽ ഈ ഓഫീസിൽ ചില ഉദ്യോഗസ്ഥരെ ഈ അക്കൗണ്ടൻസി അല്ലെങ്കിൽ എന്താ പറയുക ഹെഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില പല പേരിൽ അറിയപ്പെടുന്നവരുണ്ട്. ഈ അക്കൗണ്ട്സ് മാത്രം ഹാൻഡിൽ ചെയ്യുന്നവർ അക്കൗണ്ട്സ് ഓഫീസർ അങ്ങനെയൊക്കെ കാണാം. അവരെന്താ ചെയ്യും? അപ്പം ഇത് അവര് ഒന്നും പറയത്തില്ല, അവർക്കും ചിലപ്പോൾ സമയം കാണത്തില്ല. ഇതിങ്ങനെ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ അവർ ശ്രദ്ധയിൽ വരാതെ പോകും. അത് ഈ ഓഫീസേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ദ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഷുഡ് ബി റിവ്യൂഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ് മന്ത്ലി. എല്ലാ മാസവും ഇത് ചെയ്യണം. ഇനി ഈ അതിനൊരു ഫോം പറയുന്നുണ്ട്. ആ ഫോം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തതിന് ഒരു ഫോം പറയുന്നുണ്ട്. ആ ഫോം നമ്പർ ഫോം 4B ആണ്. ഈ ഡീറ്റെയിൽസ്, പെൻഡിങ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഇതെല്ലാം നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ പറയുന്നുണ്ട്. ആ രജിസ്റ്റർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ ഫോം നമ്പർ 4B. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യവുമാണ്. ഇനി നമ്മള് ഈ പലരും ചോദിച്ചിട്ടുണ്ട് കേരള സർവീസ് റൂൾസ് ഇതിൽ നിന്ന് അതിന്റെ ആവിർഭവിച്ചത് അല്ലെങ്കിൽ ഇതിന് ഇപ്പൊ ഉണ്ടായത് ഏത് ആക്ടിനെ ബേസ് ചെയ്താണ്? പബ്ലിക് സർവീസസ് ആക്ടിനെ ബേസ് ചെയ്താണ് ഈ സർവീസ് റൂൾസ് എല്ലാം ഉണ്ടായത്. അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്പെഷ്യൽ അപ്പൊ അത് KSR ബന്ധപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സ്പെഷ്യൽ അഡ്വാൻസ് ഡ്രോ ചെയ്യുന്നതെല്ലാം നോട്ട് ചെയ്യേണ്ട ഒരു ഫോം ഉണ്ട്, സ്പെഷ്യൽ അഡ്വാൻസ്. അത് ഫോം നമ്പർ 5 ആണ്. അപ്പൊ നമ്മൾക്ക് ഈ ഫോംസ് നോക്കിയാൽ തന്നെ, അപ്പൊ അതിനാണ് ഞങ്ങൾ പറയും ഈ പുസ്തകം കമ്പൽസറി ആയിട്ട് വാങ്ങിച്ചിരിക്കണം. അപ്പൊ ഈ ഫോം നമ്പർ 5 സ്പെഷ്യൽ അഡ്വാൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, കൊടുത്തത് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ്, സ്പെഷ്യൽ അഡ്വാൻസ് പലതും ഉണ്ടാകാം. അപ്പൊ അത് നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെന്റിന് അൺലിമിറ്റഡ് പവേഴ്സ് ആണ്. മാത്രമല്ല പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യാൻ, സെക്ഷൻ ഡിലീറ്റ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ, ഇതിനെല്ലാം അധികാരം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അൺലിമിറ്റഡ് പവേഴ്സ് ആണ്. ദ അതോറിറ്റി ടു മോഡിഫൈ റൂൾസ്, ദി അതോറിറ്റി ടു ഡിലീറ്റ് റൂൾസ്, ദി അതോറിറ്റി ടു ആഡ് എനി സെക്ഷൻ, ഇതെല്ലാം ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഗവൺമെന്റ് എന്നുള്ള ആൻസർ വരുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണും. കാരണം നിങ്ങൾ ഈ പറയുന്നത് പോലെ ഗസറ്റഡ് ഓഫീസേഴ്സ് ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇനി വേറൊരു കാര്യം കൊണ്ടുണ്ട്, സൂപ്പർ ന്യൂമററി പോസ്റ്റ്. വെദർ സൂപ്പർ ന്യൂമററി പോസ്റ്റ് ഈസ് എ പെർമനന്റ് പോസ്റ്റ്? Supernumerary post, whether supernumerary post is a permanent post? Yes, it is a permanent post. A supernumerary post is a permanent post. എന്താണ് സൂപ്പർന്യൂമററി പോസ്റ്റ് എന്ന് പറയുന്നത്? ഒന്ന് കേട്ടോണേ. If a person is appointed to a post over and above its sanctioned strength without increasing the sanctioned number of posts in that grade. I repeat once again. ഒരാളെ പോസ്റ്റ് ചെയ്യുകയാണ്. If a person is appointed to a post over and above its sanctioned strength without increasing the sanctioned number of posts in that grade, then that post is named as supernumerary post. അപ്പൊ ഈ സൂപ്പർന്യൂമററി പോസ്റ്റിൽ ഒരാള് ഇപ്പൊ തിരുവനന്തപുരത്താണ് അയാൾക്ക് കിട്ടേണ്ടിയിരുന്നത്, സാങ്ഷൻഡ് സ്ട്രെങ്തിലുള്ളത്. അയാളെ ചിലപ്പോൾ കോട്ടയത്തായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് തിരിച്ചു വരാം, ഇവിടെ റിട്ടയർമെന്റ് നടക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ആ പോസ്റ്റ് ഒഴിവ് വരുമ്പോഴോ അയാൾക്ക് എന്ന് മുതൽ ജോയിൻ ചെയ്തു എന്നുള്ള സീനിയോറിറ്റിയും എല്ലാം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ പെർമനന്റ് പോസ്റ്റ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൂപ്പർ ന്യൂമററി പോസ്റ്റിന് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ സൂപ്പർ ന്യൂമററി പോസ്റ്റിന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എല്ലാം ആർട്ടിക്കിൾ 69 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 69 അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 69 സൂപ്പർ ന്യൂമററി പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ആർട്ടിക്കിൾ 69 ഒന്ന് വായിച്ചു നോക്കണം. അത് ഓർത്തിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ.
ഇനി ഒരു കാര്യം കൂടെ പറയാം. വിച്ച് ഇമോളിമെന്റ് ഈസ് ആൻ അഡ്വാൻസ് പേയ്മെന്റ്? ഏതെങ്കിലും ഒരു ഇമോളിമെന്റ്സ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്? പ്ലീസ്. പെൻഷൻ അഡ്വാൻസ് പേയ്മെന്റ് ആണ്. പെൻഷൻ ഇപ്പൊ എനിക്ക് പെൻഷൻ ഒക്ടോബർ മാസത്തിലെ പെൻഷൻ ഒക്ടോബർ 1-ാം തീയതി എൻ്റെ അക്കൗണ്ടിൽ വന്നു. പക്ഷേ ഒക്ടോബർ മാസത്തിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ശമ്പളം എന്ന് പറയുമ്പോൾ നവംബർ 1-ാം തീയതി അല്ലെങ്കിൽ 31 AM എനിക്ക് വരത്തുള്ളൂ. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പെൻഷൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ലീവ് സാലറി. നിങ്ങളെല്ലാം ലീവ് എടുക്കുന്നവരാ. ഏണ്ട് ലീവ് എടുക്കുന്നിരിക്കും. ഏണ്ട് ലീവ് എടുക്കുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടും. ആ ശമ്പളം അഡ്വാൻസ് കിട്ടുമോ? കിട്ടത്തില്ല. അത് ആ മാസം കഴിഞ്ഞതിന് ശേഷമേ കിട്ടത്തുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ലീവ് സാലറി പേയ്മെന്റ്സ് ബിക്കം ഡ്യൂ ഫോർ പേയ്മെന്റ് ഓൺലി ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ദ മന്ത്. ഇപ്പം ഒക്ടോബർ മാസത്തിൽ ഏണ്ട് ലീവ് എടുത്ത ഒരു ഡോക്ടർക്ക് ഒക്ടോബർ 31-ാം തീയതി കഴിയുമ്പോൾ മാത്രമേ അതിന്റെ പേയ്മെന്റ് ഡ്യൂ ആവത്തുള്ളൂ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചിലപ്പോൾ ചോദിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി നമ്മൾ ചില കാര്യങ്ങളുണ്ട്. ചില ഈ ടെമ്പററി അപ്പോയിന്റ്മെന്റ്സ് നടത്താം. ഈ ടെമ്പററി അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ടെമ്പററി അപ്പോയിന്റ്മെന്റ്സ്? ഇത് ചില പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് വഴിയൊക്കെ മാക്സിമം ഡേയ്സ് എത്ര ദിവസമാണ് കൊടുക്കാവുന്നതെന്ന് പറഞ്ഞാൽ എനിബഡി നോസ് ദ സെയിം? അപ് ടു 180 days ആണ്. 6 മാസം വരെയാണ്. അപ്പൊ റിന്യൂ ചെയ്യണമെങ്കിലും 6 മാസം കഴിഞ്ഞ് റിന്യൂ ചെയ്യണം. സാധാരണഗതിയിൽ ചിലരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറന്നുപോകും, റിന്യൂ ചെയ്യാൻ മറന്നുപോകും. അങ്ങനെ മറക്കാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ ആ പോസ്റ്റ് റിന്യൂ ചെയ്യണം. അല്ല അതിന് എവിടുന്ന് സാങ്ഷൻ വാങ്ങിക്കണം? ചിലപ്പോൾ ഗവൺമെന്റിൽ സാങ്ഷൻ വാങ്ങിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ കോമ്പിറ്റന്റ് അതോറിറ്റി ആരാണോ, വോയിസ് എ കോമ്പിറ്റന്റ് അതോറിറ്റി, ആ അതോറിറ്റിയിൽ നിന്നും സാങ്ഷൻ വാങ്ങിച്ചിട്ട് വേണം അത് ചെയ്യേണ്ടത്. ഇനിയും വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നോ അഡ്വാൻസ് മേ ബി ഗ്രാൻഡഡ് വെൻ ദ ലീവ് ടേക്കൺ ഈസ് ഫോർ ലെസ് ദാൻ എ മന്ത്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മന്ത് എന്ന് പറഞ്ഞാൽ 30 days ആണ്. നമ്മൾ മന്ത് കണക്കാക്കുന്നത് 30 ദിവസത്തിനെ ബേസ് ചെയ്താണ്. 30 days ആയിട്ടാണ് മന്തിനെ കണക്കാക്കുന്നത്. 30 days ആയിട്ടാണ് മന്തിനെ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ ചില മാസം 31 ദിവസമുണ്ട്. അവിടെ നമുക്ക് 31 ദിവസം സാലറി തരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ചോദിക്കാം, മന്ത് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉള്ളൂ. 28 ദിവസത്തെ ശമ്പളമാണോ നമുക്ക് തരുന്നത്? അല്ലെങ്കിൽ 29 ദിവസത്തെ ശമ്പളമാണോ നമുക്ക് തരുന്നത്? 30 days എന്നുള്ളതാണ്. മന്ത് എന്നുള്ള വാക്കിൽ നമ്മുടെ സർവീസ് റൂളിൽ പറയുന്നത് 30 days ആണ്. അത് ഓർത്തോളുക. അതായത് നോ അഡ്വാൻസ് മേ ബി ഗ്രാൻഡഡ് വെൻ ദ ലീവ് ടേക്കൺ ഈസ് ഫോർ ലെസ് ദാൻ എ മന്ത്. അത് കൊടുക്കത്തില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ വന്നു കഴിഞ്ഞാലും കൊടുക്കാൻ പാടില്ല. ഇനി നമ്മൾ ഈ സർക്കാർ ഓഫീസിലെല്ലാം ഈ ട്രഷറിയിൽ ബില്ല് പ്രസന്റ് ചെയ്യും. ഈ ബില്ല് പ്രസന്റ് ചെയ്യുമ്പോൾ ഈ ബില്ലിൽ ഒപ്പിടുന്നത് ആരാണ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഒരു സർക്കാർ ഓഫീസിൽ പല ഇപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന പോലെ DMO ഓഫീസിൽ തന്നെ DMO ഉണ്ടാകാം, ADMO ഉണ്ടാകാം, അതുപോലെ തന്നെ സീനിയർ സൂപ്രണ്ട് ഉണ്ടാകാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടാകാം, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഉണ്ടാകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പലരും ഉണ്ടാകാം. ആരാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഹൂ ഈസ് പോസ്റ്റഡ് ആസ് ദ ഡ്രോയിങ് ഓഫീസർ? ആ ഡ്രോയിങ് ഓഫീസർ ആയിരിക്കണം ആ ബില്ലിൽ ഒപ്പിടേണ്ടത്. അദ്ദേഹത്തിനാണ് ഇതിന്റെ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഹു ഷുഡ് സൈൻ ദ പേ ബിൽസ് ബിഫോർ പ്രസന്റിങ് ദ ട്രഷറി. ട്രഷറിയിൽ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് ആരാണോ ആ ബില്ലിൽ ഒപ്പിടേണ്ടത് എന്ന് ചോദിച്ചാൽ ഡ്രോയിങ് ഓഫീസർ ആണ്. എപ്പോഴാണ് ബില്ല് കൊടുക്കേണ്ടത്? ഇപ്പൊ ഒക്ടോബർ മാസത്തിലെ ബില്ല് കൊടുക്കണം. നിങ്ങൾക്ക് തോന്നുമ്പോൾ കൊടുക്കാൻ പറ്റുമോ? ബില്ല് കൊടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രസന്റഡ് 3 ദിവസത്തിന് മുമ്പ് കൊടുക്കണം എന്നാണ് പറയുന്നത്.
അതായത് ബിൽസ് ഓഫ് പേ ആൻഡ് അലവൻസസ് ഷുഡ് ബി പ്രസന്റഡ് അറ്റ് ദ ട്രഷറി 3 working days in advance. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒക്ടോബർ 31 വെള്ളിയാണ്, നവംബർ 1 ശനിയാണ്. അപ്പൊ നവംബർ 2 ഞായറുമാണ്. അപ്പൊ നമ്മള് നേരത്തെ കൊടുക്കണം. ചിലപ്പോൾ 2 ദിവസം അവധി ദിവസം, ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് 2 അവധി വന്നു പോയാൽ എന്ത് ചെയ്യും? ഇതാ നവംബറിൽ കറക്റ്റ് കാര്യമാണ്. നവംബർ 30 സൺഡേ. അപ്പം ചിലപ്പോൾ ഡിസംബർ 1 ശമ്പളം കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ 3 days വർക്കിംഗ് ഡേയ്സ്, 3 വർക്കിംഗ് ഡേയ്സ് ആണ് മുമ്പ് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. വേറെ മറ്റൊരു കാര്യം കൂടെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഇൻക്രിമെന്റ് ഓഫ് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് സാങ്ഷൻ ചെയ്യുന്നത് അതാത് ഓഫീസിലെ മേധാവി അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ടവരാണ് സാങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു ക്ലാർക്കിന്റെ ഇൻക്രിമെന്റ്, ഇപ്പൊ എല്ലാ സ്പാർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും അല്ല ഞാൻ പറയുന്നത്, ഞാൻ റൂള് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവിടെ വരുമ്പോൾ അപ്പൊ ഇൻക്രിമെന്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം ഡ്രോയിങ് ഓഫീസർ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഇൻക്രിമെന്റ് ഉള്ളവർക്ക് കറക്റ്റായിട്ട് ഇൻക്രിമെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയും അവർക്ക് അതിന് നഷ്ടം സംഭവിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് കൊടുത്തത്. ആ രജിസ്റ്റർ ഫോം നമ്പർ 9A ഇപ്പൊ നിങ്ങളെല്ലാം ഗസറ്റഡ് ഓഫീസേഴ്സ് ആയതുകൊണ്ടും ഈ പറഞ്ഞ എന്താ പറയാ ഈ ടെസ്റ്റ് എഴുതുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഫോം നമ്പർ 9A ആ ഇൻക്രിമെന്റ് രജിസ്റ്റർ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ ഇൻക്രിമെന്റ് ഓതറൈസ് ചെയ്യുന്നത് ആരാണ്? ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ ഇൻക്രിമെന്റ് ഓതറൈസ് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറൽ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ദ റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ഓഫ് എ ഗസറ്റഡ് ഓഫീസർ ഷുഡ് ബി സൈൻഡ് ബൈ ബോത്ത് റിലീവ്ഡ് ഓഫീസർ ആൻഡ് ഡാഷ് റിലീവിംഗ് ഓഫീസർ, രണ്ടുപേരും ഒപ്പിട്ടിരിക്കണം. അത് RTC ഒപ്പിടേണ്ടത് റിലീവ്ഡ് ഓഫീസർ ഒപ്പിടണം, റിലീവിംഗ് ഓഫീസറും ഒപ്പിടണം. രണ്ടുപേരും ഒപ്പിട്ടെങ്കിൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവൂ. RTC റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ്. ഈ റിപ്പോർട്ട് RTCയുടെ ഫോം നമ്പർ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. RTC ഏത് ഫോമിലാണ്? ഈസ് പ്രിപ്പയർഡ് ഇൻ ഫോം നമ്പർ KFC ഫോം നമ്പർ 7. RTC ഈസ് പ്രിപ്പയർഡ് ഇൻ KFC ഫോം നമ്പർ 7. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ RTC പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അവിടുത്തെ ക്ലാർക്കുമാർ പ്രിപ്പയർ ചെയ്ത് തരും. അവർ പ്രിപ്പയർ ചെയ്ത് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയും, യു കനോട്ട് ഇൻസിസ്റ്റ് ദം. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ദ ഗസറ്റഡ് ഓഫീസർ ഹിംസെൽഫ് എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ചിലപ്പം അവിടുത്തെ ക്ലർക്ക് ചിലപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് തരുമായിരിക്കും. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, RTCയിൽ ഒപ്പിടേണ്ടത് റിലീവ്ഡ് ഓഫീസർ ഒപ്പിടണം, റിലീവിംഗ് ഓഫീസറും ഒപ്പിടണം. അത് ആർട്ടിക്കിൾ 81 അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ആർട്ടിക്കിൾ 81 അത് നിങ്ങൾക്ക് നിങ്ങളുടെ എൻറ്റയർ സർവീസിൽ റിലവൻ്റ് ആയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 81. അപ്പോൾ RTC ഗസറ്റഡ് ഓഫീസറുടെ RTCയിൽ ആരൊക്കെയാണ് ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞാൽ ബോത്ത് റിലീവ്ഡ് ആൻഡ് റിലീവിംഗ് ഓഫീസർ ഒപ്പിടണം. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ദ ഗസറ്റഡ് ഓഫീസർ ഹിംസെൽഫ് ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ദ KFC ഫോം 7. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾ ചോദിക്കും, ഇത് RTC ആർക്കൊക്കെ അയച്ചു കൊടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് RTC ആർക്കൊക്കെ അയച്ചു കൊടുക്കണം എന്ന്. 1 AGക്ക് അയച്ചു കൊടുക്കണം, 2 ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കണം, 3 ട്രഷറി ഓഫീസർക്ക് അയച്ചു കൊടുക്കണം. മനസ്സിലായ പറഞ്ഞ്. പിന്നെ അത്യാവശ്യത്തിന് റിലീവ്ഡ് ഓഫീസർ ഒരെണ്ണം കൈ വെച്ചേക്കണം, റിലീവിംഗ് ഓഫീസർക്ക് കൊടുക്കണം, നമ്മുടെ ഓഫീസിലും ഒരു കോപ്പി കൊടുക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 അക്കൗണ്ടന്റ് ജനറൽ, 2 ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, 3 ട്രഷറി ഓഫീസർ. എന്തിനാണ് അക്കൗണ്ടന്റ് ജനറൽ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് പുതിയ സാലറി സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ഹോസ്പിറ്റൽ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏരിയയിലൊക്കെ ആയിരിക്കും. അപ്പോൾ HR അതുപോലുള്ള ചില അഡീഷണൽ അലവൻസ് CCA മുതലായവ ഉണ്ടാവും.
ഇതൊക്കെ തരണമെങ്കിൽ AG ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് AGക്ക് കൊടുക്കുന്നത്. പിന്നെ ഹെഡ് ഓഫ് ഓഫീസ്, ഈ ഹെഡ് ഓഫ് ഓഫീസ് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ വേക്കൻസി വരികയോ മറ്റേതെങ്കിലും ആളെ പോസ്റ്റ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിന് വേണമെങ്കിൽ അവിടെ ഒരു പോസ്റ്റിന് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഹെഡ് ഓഫ് ഓഫീസിന്. പിന്നെ ഇതിനെല്ലാം പറയുമ്പോൾ ട്രഷറി ഓഫീസർ, കാരണം നിങ്ങളുടെ ശമ്പളം അവിടെ നിങ്ങൾ RTC വാങ്ങിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ശമ്പളം അവിടെ കിട്ടില്ല. LPC ഇഷ്യൂ ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉള്ളതെന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്, പ്രധാനപ്പെട്ടതായിട്ടും ഓർത്തിരിക്കേണ്ട. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. കുറെ സമയം ഞാനങ്ങ് തുരെ കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. പ്ലീസ്, I think നിങ്ങൾക്ക് you have to attend another meeting on today. You have to attend some meeting on today. അങ്ങനെ എനിക്ക് തോന്നുന്നു എന്തോ മീറ്റിംഗോ മറ്റെന്തോ ഉണ്ടോന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ പ്ലീസ്. ബിന്ദു ഡോക്ടർ ഉണ്ടോ? ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ആർക്കും സംശയം ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇനി ഡ്യൂട്ടിയിലുള്ള ഒരാൾ മരിച്ചു പോകുന്നു, അയാൾക്ക് എന്ന് വരെ ശമ്പളം കൊടുക്കാം? ഇപ്പൊ സാധാരണഗതിയിൽ 15-ാം തീയതി വരെ ഡ്യൂട്ടി ചെയ്ത ആള് 15-ാം തീയതി മരിച്ചു പോയാൽ ആ മരിച്ച ദിവസം വരെയുള്ള ശമ്പളം കൊടുക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 83 ആർട്ടിക്കിൾ 83 പറയുന്നുണ്ട്. പേ ഓഫ് എ ഗവൺമെന്റ് സർവന്റ് ഡൈസ് വൈൽ ഓൺ ഡ്യൂട്ടി ക്യാൻ ബി ഡ്രോൺ ഫോർ ദി ഡേറ്റ് ഓഫ് ഡെത്ത്. ആ മരണ ദിവസം വരെ കൊടുക്കാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ പ്ലീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ബാക്കി അടുത്ത ദിവസത്തേക്ക് നമുക്ക് നീക്കിവെക്കാം. അപ്പൊ നാളെ ഒരു അരമണിക്കൂറുടെ കൂടുതൽ വേണം, 8 to 9:30 വരെ ഞാൻ എൻഗേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നാളെ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ഞാൻ പറയുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, എന്നിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം പ്ലീസ്. നമ്മുടെ ഡോക്ടേഴ്സിനെ ആരെയും കാണുന്നില്ലല്ലോ. ബിന്ദു ഡോക്ടറെയും കാണുന്നില്ല, മറ്റേ ഡോക്ടറെയും കാണുന്നില്ല. എനിവേ സംബഡി ഷുഡ് കൺക്ലൂഡ്. മീറ്റിംഗിലായിരുന്നു, അതുകൊണ്ടായിരുന്നേ. കുഴപ്പമില്ല ഡോക്ടറെ. ഓക്കെ, അപ്പൊ നാളെ ഞാൻ 9:30 വരെ 8 to 9:30 നാളെ എടുക്കുന്നുണ്ട്. നാളെ കൊണ്ട് അപ്പൊ അതുകൂടെ ഡോക്ടർ ഒന്ന് അനൗൺസ് ചെയ്തേക്കണം. ഇന്നിപ്പോ ഞാനിപ്പം 1 മണിക്കൂർ ഇന്ന് കുറച്ച് ലോങ് സ്ട്രെച്ച് ചില പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ വിളിക്കുമ്പോഴേ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു, അപ്പോഴത്തേനും ഓടി വന്ന് ഇത് ചെയ്യായിരുന്നു. എനിവേ എന്തായാലും ഡോക്ടറെ കൺക്ലൂഡ് ചെയ്തോണ്ടാട്ടെ. അപ്പം താങ്ക് യു സോ മച്ച് സർ. ഇന്ന് ഈ സെഷൻ കണ്ടക്ട് ചെയ്തതിനും ഇതുവരെ കണ്ടക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സെഷൻസിനും നന്ദി. പക്ഷെ ഇനി എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ എക്സാം നടക്കാൻ വേണ്ടിയുള്ള ഒരു ഡേറ്റ് അപ്രോച്ചിങ് ആണ് നമ്മള്. അപ്പം ഇനി അടുത്ത സെഷൻസ് നമുക്ക് കുറച്ചും കൂടെ പ്രൊലോങ്ഡ് ആയിട്ട് എടുക്കാം. അപ്പൊ അത് ഓക്കെ, എന്താ പറ്റിയ ഡോക്ടറെ? കേൾക്കാൻ വയ്യല്ലോ ഡോക്ടറെ. I can't hear. ഓക്കെ ഡോക്ടർ, ഇപ്പൊ കേൾക്കാം. ഇടയ്ക്ക് ബ്രേക്ക് ആയി ഡോക്ടർ. കുഴപ്പമില്ല, പറഞ്ഞാട്ടെ ഡോക്ടർ. നെറ്റ്വർക്ക് ഇല്ല സാറേ. ഓക്കെ, അപ്പം ഇനിയുള്ള സെഷൻസ് നമുക്ക് കുറച്ചും കൂടെ പ്രൊലോങ്ഡ് ആയിട്ടുള്ളത് എടുക്കാം സാറേ. അപ്പൊ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ട് ഒരു 3 more സെഷൻസിനുള്ളിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഈ സെഷൻസ് എല്ലാം. ഇനി അല്ല, അത് മാത്രമല്ല, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ മറ്റേതെങ്കിലും ഉണ്ടെങ്കിലോ they can ask me personally. കുഴപ്പമൊന്നുമില്ല, I will give them proper answers. അത് മതി സാറേ. അതാണ് എല്ലാവർക്കും സാറിനായിട്ട് ആക്സസിബിൾ സാർ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നാച്ചുറലി എല്ലാവർക്കും ആക്സസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഒന്ന് ഓർപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ സാറ് ഫുൾ ടൈം ബിസി ആയിട്ടുള്ള ഒരാളാണ്, വർക്കിംഗ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ടൈപ്പ് ഇൻ യുവർ മെസ്സേജസ് ഇൻ വാട്സ്ആപ്പ്. അപ്പം ഡൗട്ട് സാറ് ഇതനുസരിച്ച് സാറ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും.
എല്ലാവർക്കും Somebody is എല്ലാവരുടെയും സൈഡിൽ ഞാൻ നന്ദി പറയാം സാറിനോട്. Doctor, somebody is asking my phone number. You can give. ഞാൻ Okay. ഗ്രൂപ്പില് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ഫോൺ നമ്പർ ഷെയർ ചെയ്യാം സാറേ. Okay. ഓക്കെ Okay. ഓക്കെ അപ്പം Thank you very much. താങ്ക് See യു you on സോ tomorrow. മച്ച്. Good night. താങ്ക് യു. Good night. ഗുഡ് നൈറ്റ്. അടുത്ത പരിപാടിക്ക് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാ. Okay. താങ്ക് യു സാർ. Okay. Good night.